ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്ന ഭരണഘടന നിലവിൽ വന്നിട്ട് ഇന്ന് 76 വർഷം. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും തുല്യാവകാശവും ഉറപ്പു നൽകുന്ന നമ്മുടെ ഭരണഘടന ലോകത്തെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് അതിൻ്റെ കാതൽ. കഴിഞ്ഞ 75 വർഷക്കാലമായി ഭരണഘടനയുടെ തണലിലാണ് നാം കഴിയുന്നത്. ആ ഭരണഘടനയുടെ രൂപീകരണ വേദിയായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കറിനും ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും രാജേന്ദ്ര പ്രസാദിനും ഒക്കെയൊപ്പം കരുത്തരായ കുറച്ച് വനിതകൾ കൂടി ഉണ്ടായിരുന്നു. അവരുടെ കൂടി പോരാട്ടങ്ങളുടെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ജനാധിപത്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവരെ ഓർത്തുകൊണ്ട് അവരെ പോലെ ഇന്നും സമൂഹത്തിനായി പോരാടുന്ന അനേകം പേരുടെ വാർത്തകളുമായി നമ്മുടെ സായാഹ്ന വാർത്തായാത്ര ഇവിടെ തുടങ്ങുകയാണ്. സ്വാഗതം വിമൻസ് ഈവനിംഗിലേക്ക്. അങ്ങ് വടക്ക് തൂവെള്ള തിരശീല പോലെ ഹിമാലയവും തെക്ക് അലകളൊടുങ്ങാത്ത ത്രിവേണി സംഗമവും, അതിനിടയിൽ അനേക കോടി മനുഷ്യർക്ക് തുല്യനീതിയും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നൊരു ഭരണഘടനയുമായി നമ്മുടെ രാജ്യം ഇന്ത്യ. എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു നാടായിരിക്കണം നമ്മുടേതെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് രാഷ്ട്രശില്പികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒന്നിച്ചിരുന്നത്. സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അരികുകളിലേക്ക് അകറ്റി നിർത്തപ്പെട്ടിരുന്ന ആ കാലത്തും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്ത്രീ പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഒന്നല്ല, 15 പേർ. പാശ്ചാത്യ രാജ്യങ്ങളിലടക്കം സ്ത്രീകളുടെ രാഷ്ട്രീയ പദവി സംബന്ധിച്ച് കാര്യമായ താല്പര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്താണ് അംബേദ്കറിനും നെഹ്റുവിനും പട്ടേലിനുമൊക്കെ ഒപ്പം ആ 15 വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കസേര വലിച്ചിട്ടിരുന്നത്. ദളിത് സമൂഹത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നാവായി മാറിയ ദാക്ഷായണി വേലായുധൻ, തൊഴിലാളി സ്ത്രീകളുടെ മുന്നണി പോരാളിയായ അമ്മു സ്വാമിനാഥൻ, സർസിപിക്കെതിരെ നേർക്കുനേർ നിന്ന് പോരാടിയ ആനിമസ് ക്രീം, സ്ത്രീ വിമോചന പോരാട്ടങ്ങൾക്ക് കരുത്തു പകർന്ന ഹൻസ മേത്ത, ടാഗോറിന്റെ ശിഷ്യയും മാർക്സിസ്റ്റുമായിരുന്ന മാലതി ചൗധരി, പിൽക്കാലത്ത് ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായ സുജേത കൃപലാനി, സ്വാതന്ത്ര്യ സമരത്തിനിടെ 3 തവണ ജയിലിലടയ്ക്കപ്പെട്ട വിജയലക്ഷ്മി പണ്ഡിറ്റ്, ബീഹാറിൽ നിന്നെത്തിയ ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു, 12ാം വയസ്സിൽ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത ദുർഗാബായ് ദേശ്മുഖ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രിയായിരുന്ന രാജ്കുമാരി അമൃത് കൗർ തുടങ്ങി ജീവിതം പോരാട്ടമാക്കി മാറ്റിയ ആ 15 പേരുടെ കൂടി സംഭാവനയാണ് മഹത്തായ നമ്മുടെ ഭരണഘടന. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സാമ്പത്തികമായി തുല്യാവകാശവും തുല്യവേതനവും വേണമെന്നുൾപ്പെടെ ഒട്ടേറെ ആവശ്യങ്ങൾ അവർ സഭയിൽ ഉയർത്തി. രാഷ്ട്രീയം രാഷ്ട്രത്തിനു വേണ്ടിയുള്ളതാണെന്നും രാഷ്ട്രമെന്നാൽ നാം ഓരോരുത്തരും ചേരുന്നതാണെന്നും നമ്മുടെ അവകാശങ്ങൾ നിർവചിക്കുന്നതിലും നിർണയിക്കുന്നതിലും നമുക്കുകൂടി പങ്കുണ്ടാകണമെന്നും ആ 15 സ്ത്രീകളും എന്നും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് 24.